ഇന്ത്യൻ ജോൺസൺ ആണെങ്കിൽ ആ ഒരു ഗുഹയിലേക്ക് കടക്കുവാണ്. ഒന്നാമതായിട്ട് അവന്റെ അച്ഛൻ പറഞ്ഞു കൊടുത്തത് ദൈവത്തിന്റെ ശ്വാസം, ദൈവത്തിനോട് ആരാധനയുള്ളവര് അതിലൂടെ കടന്നു പോകും. ഇപ്പോഴാണ് ഇന്ത്യൻ ജോൺസൺ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്, അതായത് അതിലൂടെ ഒരു കാറ്റ് പാസ് ചെയ്ത് വരുന്നത്. ഇപ്പൊ അത് അടുത്തെത്താറായ സമയത്ത് ഇന്ത്യൻ ജോൺസൺ ആണെങ്കിൽ അങ്ങ് തല കുനിച്ചു കൊടുത്തു. അതുകൊണ്ട് തന്നെ അവന് യാതൊന്നും പറ്റിയിരുന്നില്ല. അപ്പൊ ഒന്നാമത്തതായിട്ട് ദൈവത്തിനോട് ആരാധനയുള്ളവൻ, കുമ്പിടുന്നവൻ, അവൻ ഇതിലൂടെ കടന്നു പോകും. മുന്നോട്ട് പോയ ഇന്ത്യൻ ജോൺസൺ ആണെങ്കിൽ ഒരു കാഴ്ച കാണുവാണ്. അതായത് മരം കൊണ്ടുണ്ടാക്കിയ രണ്ട് വീലുകൾ അവിടെ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ അവൻ എന്ത് ചെയ്തു, തന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു കയറ് ഉപയോഗിച്ച് ആ ഒരു വീൽ അവിടെ ലോക്ക് ചെയ്ത് വെക്കുകയാണ്. ഇതേ സമയത്താണ് ഇന്ത്യൻ ജോൺസൺ മറ്റൊരു കാഴ്ച കാണുന്നത്, അതായത് വലിയ ഡിസ്ക് പോലത്തെ രണ്ട് ബ്ലേഡുകൾ അവിടെ കിടന്ന് കറങ്ങുന്നത്. അപ്പോ ഇത് കാരണമാണ് ഇതിന്റെ അകത്തേക്ക് കയറുന്ന ആൾക്കാരുടെ ശരീരം രണ്ട് കഷ്ണമായിട്ട് മുറിഞ്ഞു പോകുന്നത്. ഇപ്പൊ ഇന്ത്യൻ ജോൺസൺ ഉറക്കെ വിളിച്ച് പറയാണ്, ഞാൻ ഒന്നാമത്തെ കടമ്പ കടന്നിട്ടുണ്ട്, ഇനി അടുത്തതായിട്ട് രണ്ടാമത്തെ കടമ്പ. ഇപ്പോ അവന്റെ അച്ഛൻ പറഞ്ഞു കൊടുത്ത രണ്ടാമത്തെ കടങ്കഥ അവൻ ഓർക്കുകയാണ്. ദൈവത്തിന്റെ പേര്, വാക്യം, ദൈവത്തിന്റെ കാലടികളെ പിന്തുടരുക. ഇന്ത്യൻ ജോൺസൺ നോക്കുന്ന സമയത്ത് തറയിലായിട്ട് ഓരോ കല്ലുകളും പ്രത്യേക രീതിയിൽ ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുകയാണ്. അതിന് പുറത്തായിട്ട് ഓരോ അക്ഷരങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ ദൈവത്തിന്റെ ലെറ്റർ ഉള്ള ഓരോ കല്ലിലും ചവിട്ടിട്ട് വേണം മറുഭാഗത്തേക്ക് കടക്കേണ്ടതെന്ന് ഇന്ത്യൻ ജോൺസൺ മനസ്സിലാക്കുവാണ്. ഇപ്പൊ അവൻ ആദ്യത്തെ ലെറ്റർ ചവിട്ടാണ്, പക്ഷേ അത് തെറ്റായിട്ടുള്ള ലെറ്റർ ആയിരുന്നു. ഇപ്പൊ ആ ഒരു കല്ല് തകർന്നിട്ട് അവൻ നേരെ താഴേക്ക് പോവാണ്. എങ്ങനെയൊക്കെ പിടുത്തം കിട്ടിയിട്ട് അവൻ വലിഞ്ഞ് മുകളിലേക്ക് കയറുവാണ്. അതിന്റെ അടിയിലെട്ടാണെങ്കിൽ വലിയൊരു കൊക്കയായിരുന്നു. താഴെ വന്നിട്ടുണ്ടെങ്കിൽ അവൻ ഉറപ്പായിട്ട് മരിക്കും. മുകളിലേക്ക് കയറിയ ഇന്ത്യൻ ജോൺസൺ ആണെങ്കിൽ ഒരു കാര്യം മനസ്സിലാവാണ്, അതായത് ഇംഗ്ലീഷ് ഭാഷയിലുള്ള ലെറ്ററുകളെയല്ല ഫോളോ ചെയ്യേണ്ടത്, ലാറ്റിൻ ഭാഷയിലുള്ള ലെറ്ററുകളെയാണ് ഫോളോ ചെയ്യേണ്ടത്. അപ്പൊ അവൻ എന്ത് ചെയ്തു, ലാറ്റിൻ ഭാഷയിലുള്ള ഓരോ കല്ലിലും ചവിട്ടിക്കൊണ്ട് ആ ഒരു തടസ്സം കൂടെ അവൻ മറികടക്കുവാണ്. പിന്നീട് ഇന്ത്യന് പോകേണ്ടി വന്നത് രണ്ട് കല്ലുകളുടെ ഇടയിലൂടെ ആയിരുന്നു. ഇവനിപ്പോ എങ്ങനെയൊക്കെയോ പാടുപെട്ട് ആ രണ്ട് കല്ലുകളുടെ ഇടയിലൂടെ അങ്ങനെ മുന്നോട്ടേക്ക് പോവാണ്. ഇപ്പോ ആ ഒരു വഴി തീർന്ന സമയത്ത് ഇന്ത്യൻ ജോൺസൺ ആണെങ്കിൽ മറ്റൊരു കാഴ്ച കാണുന്നത് വലിയൊരു കൊക്കയായിരുന്നു. അതിന്റെ മറുഭാഗത്തായിരുന്നു അങ്ങോട്ടേക്ക് പോകാനുള്ള ആ ഒരു വാതിലുണ്ടായിരുന്നത്. ഇത് കണ്ട സമയത്ത് ഇന്ത്യൻ ജോൺസൺ ആണെങ്കിൽ ചെറുതായിട്ട് പേടിയാവുകയാണ്. കാരണം എന്താ, ഒരു മനുഷ്യനെ കൊണ്ട് അല്ല, ഒരു മൃഗത്തെ കൊണ്ട് പോലും ഇത്രയും ദൂരത്തേക്ക് ഒരിക്കലും ചാടാൻ കഴിയില്ല. അഥവാ ചാടിക്കഴിഞ്ഞാൽ അവന്റെ മരണം ഉറപ്പായിരുന്നു. ഇതേ സമയത്താണ് ഇന്ത്യൻ ജോൺസന് ഒരു കാര്യം ഓർമ്മ വരുന്നത്, അതായത് അവന്റെ അച്ഛൻ പറഞ്ഞു കൊടുത്ത ആ ഒരു മൂന്നാമത്തെ കടങ്കഥ. ഇപ്പോ അവന്റെ അച്ഛന്റെ ആ ഒരു ഡയറി എടുത്തിട്ട് അവൻ ആ മൂന്നാമത്തെ കടങ്കഥ നോക്കുകയാണ്. അത് ഇങ്ങനെയായിരുന്നു, ദൈവത്തിന്റെ കാലടികളെ പിന്തുടരുക, അവനെ വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ടേക്ക് പോവുക. ഇപ്പോ ഇന്ത്യൻ ജോൺസന് തോന്നുവാണ്, ചിലപ്പോ ഇവിടെ വല്ല പാലമോ വേറെന്തെങ്കിലും അദൃശ്യമായിട്ടുള്ള എന്തെങ്കിലും കാണുമായിരിക്കും. ഇപ്പൊ അവൻ കാലെടുത്ത് മുന്നോട്ടേക്ക് തന്നെ വെക്കുകയാണ്. അതിശയമെന്ന് പറയട്ടെ, അവൻ താഴേക്ക് പോയില്ല. അങ്ങനെ അവൻ മുന്നോട്ടേക്ക് പോവാണ്. അവനാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ പേടിയുമാവുന്നുണ്ട്. കാരണം എന്താ, അദൃശ്യമായിട്ടുള്ള ഒരു വസ്തുവിന്റെ പുറത്തൂടെയാണ് താൻ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഒന്ന് തെറ്റിക്കഴിഞ്ഞാൽ അഗാധമായ ആ ഒരു കൊക്കയിലേക്ക് താൻ വീഴും. ഇപ്പോ എങ്ങനെയൊക്കെയോ ആ ഒരു കടമ്പയും കൂടെ ഇന്ത്യൻ ജോൺസന് കടന്നിട്ടുണ്ട്. ഇപ്പൊ മറുഭാഗത്തെ ഇന്ത്യൻ ജോൺസനാണെങ്കിൽ കുറച്ച് മണ്ണെടുത്തിട്ട് അവിടെ ഇങ്ങനെ വിതറുവാണ്. അപ്പോഴാണ് ഇന്ത്യൻ ജോൺസന് ഒരു കാര്യം മനസ്സിലാവുന്നത്, അവിടെ അദൃശ്യമായിട്ടുള്ള ഒരു പാലം ഉണ്ടായിരുന്നു. പക്ഷേ അതാർക്കും അങ്ങനെ പെട്ടെന്ന് കാണാൻ കഴിയത്തില്ല. അങ്ങനത്തെ ഒരു പ്രത്യേക തരത്തിലുള്ള മാർബിൾ കൊണ്ടായിരുന്നു ആ ഒരു പാലം നിർമ്മിച്ചത്. അങ്ങനെ ഇപ്പോ ആ ഒരു പാലം കടന്ന ഇന്ത്യൻ ജോൺസൺ ആണെങ്കിൽ നേരെ അവിടെ ഉണ്ടായിരുന്ന ആ ഒരു അറയിലേക്ക് കയറുകയാണ്. അതിനകത്ത് കയറിയ സമയത്ത് കത്തിച്ചു വെച്ചിരിക്കുന്ന ഒരുപാട് മെഴുകുതിരികൾ ഇന്ത്യൻ കാണുവാണ്. കൂടാതെ അതിന്റെ ഒരു ഭാഗത്തായിട്ട് പടച്ചട്ടയ്ക്കാണ് ഞാൻ ഒരു പോരാളി